ഈ പിള്ളേരെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. പക്ഷെ ചില അമ്മമാർ ആ കാര്യത്തിൽ ഭാഗ്യമുള്ളവരാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചോളൂ. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെ അല്ലാത്തതുകൊണ്ടും എനിക്കത്ര ഭാഗ്യമില്ലാത്തതുകൊണ്ടും എനിക്ക് ഈ ഫുഡ് കഴിപ്പിക്കൽ എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. ഇന്ന് കൊടുത്ത ഫുഡ് നാളെ വേണ്ട, നാളെ കൊടുത്തത് പിന്നെ വേണ്ട എന്ന അവസ്ഥയാണ് പലയിടത്തും. എന്തോ ഒരു ഭാഗത്തിന് റിച്ചൂട്ടന് എഗ്ഗ് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ എന്നെ റിച്ചൂട്ടന് എഗ്ഗ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നും അത് അവൻ നിർത്താണ്ട് കഴിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അത് അങ്ങോട്ട് കൊടുത്താൽ പോരെ മതി. പക്ഷെ ഞാൻ ഇതിൽ ഇച്ചിരി മിനുക്ക് പടിയാന്ന് വിചാരിച്ചു. സംഗതി ഏൽക്കുമെന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഒരു ട്രൈ മാത്രം. റിച്ചൂട്ടന് പൊതുവെ ഈ ആനിമൽസിനോടൊക്കെ ഇച്ചിരി ഇഷ്ടം കൂടുതലാണ്. അപ്പം ഞാൻ അവനത് സന്തോഷമായിക്കോട്ടെ, സർപ്രൈസ് ആയി കൊടുക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സംഭവം ഏറ്റില്ല. ഞാൻ ചെയ്യുമ്പോൾ തന്നെ വന്ന് അവൻ വേണം വേണം എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കായിരുന്നു. അപ്പോൾ സംഗതി മനസ്സിലായില്ലേ? സംഭവം കൊള്ളാലേ? എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തടാ ട്രൈ. തേ പറഞ്ഞു പോണു അതിന്റെ പോണവൻ രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ പിടിച്ചോ. എന്താ പൊന്നോ അത്? എന്താ ഇത്? എന്താ ഇത്? വാലും പോയി ചെവിയും പോയി ഒരു വികലാംഗമോയലായതുകൊണ്ട് തന്നെ അവൻ ആദ്യം അതിന് ഇച്ചിരി അടിമുടി നോക്കിയെങ്കിലും അവസാനം അവൻ അത് കാര്യം മനസ്സിലായി, റാബിറ്റാണ് എന്നുള്ളത്. നമുക്കും അത്രയല്ലേ വേണ്ടു. കഴിച്ചോ കുഞ്ഞു കഴിച്ചോ. പാവം മോയൽ, വാലും പോയി ചെവിയും പോയി, ഇനിയിപ്പോൾ അന്തരം കൂടെ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാവണം റിച്ചൂട്ടൻ ഐസ് തിരിച്ചു വെക്കാമെന്നും പറഞ്ഞ് അത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും സംഗതി വലിയ മൈനായി കിട്ടിയില്ലെങ്കിലും റിച്ചൂട്ടൻ ഹാപ്പി, ഞാനും ഹാപ്പി. പിള്ളേരെ കഴിപ്പിക്കാനായിട്ട് പല തന്ത്രങ്ങളും എടുക്കേണ്ട അമ്മമാരായിരിക്കും നമ്മളിൽ പലരും. എന്താ ശരിയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.